ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട യുദ്ധങ്ങളെ പറ്റിയാണ്. കുറച്ചു നാളുകളായി സമൂഹ മാധ്യമങ്ങളിലും ദിനപത്രങ്ങളിലും ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്ന ഒരു സബ്ജക്റ്റാണ് യുദ്ധം. അതിനാൽ തന്നെ ഇനി വരുന്ന പല എക്സാംസിലും ഇവയുടെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ടു തീർക്കാൻ ശ്രമിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് രൂപത്തിൽ അറിയിച്ച് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വളരെ വേഗത്തിൽ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ശിലകൾ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്ന ശിലായുഗ മനുഷ്യനും വെങ്കലയുഗത്തിലെ സിന്ധു ജനതയും മധ്യ ഏഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി എന്ന് കരുതപ്പെടുന്ന ആര്യന്മാർ മുതൽ തന്റെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങളുമായി തന്റേതായ ഒരിടം, ഒരു സംസ്കാരം പടുത്തുയർത്താൻ കൂടെപ്പിറപ്പുകളെയും വെട്ടുവീഴ്ത്തി ഒരു അതിർവരമ്പിന്റെ വ്യത്യാസം മനസ്സിൽ വെച്ച് നാം എല്ലാം ഒരേ സംസ്കാരം പിന്നിട്ടു വന്നവരാണെന്ന ബോധവും നശിച്ച് നൂതനമായ പല സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്ന ജനതയുടെ മനോവികാരം അന്നും ഇന്നും എന്നും ഒന്നു മാത്രം: അധികാരവും നിലനിൽപ്പും. ഈ അധികാരമോഹത്താൽ താൻ വെട്ടിപ്പിടിക്കുന്ന ഓരോ ഇഞ്ചും ഇന്നോ നാളെയോ മറ്റൊരുവന്റെ അതിർവരമ്പിനുള്ളിൽ അടയാളപ്പെടുത്തി അവരുടേതാക്കി മാറ്റുന്നത് ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത യുദ്ധമോഹികളായ ജനതയ്ക്ക് യുദ്ധത്തിന് അന്നും ഇന്നും ലഹരിയായത് അധികാരമെന്ന മോഹം തന്നെയാണ്. മനുഷ്യനുണ്ടായ കാലം മുതലേ ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു സത്യമാണ് യുദ്ധം. ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയതും എന്നാൽ ചരിത്രത്തിന്റെ അന്ധകാരത്തിൽ മറഞ്ഞുപോയതുമായ ഒരുപാട് യുദ്ധങ്ങൾക്ക് നാളിതുവരെ ഈ ഭൂമി സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ പതാക സ്വതന്ത്രമായി ഇന്ത്യൻ മണ്ണിൽ പൂർവാധിക്യം ശക്തിയോടെ ആടി വീശുമ്പോഴും അതിന്റെ അർത്ഥം ഇനി ഒരു യുദ്ധം ഇന്ത്യൻ മണ്ണിൽ ഉണ്ടാകില്ല എന്നല്ല, മറിച്ച് ഇനി നേരിടേണ്ടത് ഇതിലും വലിയ യുദ്ധങ്ങളാണ് എന്നുള്ള സത്യമാണ്. ഒളിഞ്ഞും തെളിഞ്ഞും നിരവധി യുദ്ധങ്ങൾക്ക് ഇന്ത്യൻ മണ്ണ് ഇതിനോടകം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. പല നാട്ടുരാജ്യങ്ങളായി വിഭജിച്ച് കിടന്നിരുന്നവയെ അവരുടെ സമ്മതത്തോടെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ എന്ന പോലെ ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെടുത്തിയെടുത്തതിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ പല നാട്ടുരാജ്യങ്ങളും മറ്റു രാജ്യങ്ങളുടെ അതിർത്തിക്കുള്ളിലാവുകയും ചിലത് സ്വതന്ത്രമായി നിൽക്കാനും ആരംഭിച്ചു. ഒടുവിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഒപ്പം പാകിസ്ഥാൻ എന്ന മറ്റൊരു മുസ്ലിം രാജ്യം കൂടി മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് രൂപപ്പെടുകയുണ്ടായി. 1947 ഇന്ത്യ പാക് വിഭജനം രണ്ടു കൂട്ടർക്കും പലതരത്തിലുള്ള സ്വരച്ചേർച്ചകൾക്കും കാരണമായി. ഇത് വൻതോതിലുള്ള ആക്രമണത്തിനും നിർബന്ധിത കുടിയേറ്റത്തിനും ഒടുവിൽ ആജന്മ ശത്രുതയിലേക്കും നയിച്ചു. എന്നാൽ ഇരു രാജ്യങ്ങളിലും പെടാതെ ജുനഗഡ്, ഹൈദരാബാദ് എന്നീ പ്രദേശങ്ങൾ ഇന്ത്യയോട് ചേരാതെ സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിച്ചു. അതുപോലെ മുസ്ലിം മെജോറിറ്റിയുള്ള കാശ്മീരിന്റെ തലവനായി ഹിന്ദുവായ മഹാരാജ ഹരിസിംഗിന്റെ നേതൃത്വത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാനും ആഗ്രഹിച്ചു. എന്നാൽ താരതമ്യേന മുസ്ലിം ജനത കൂടുതലുള്ള കാശ്മീരിനെ പാകിസ്ഥാന്റെ അധീനതയിലാക്കാൻ പാകിസ്ഥാനും കാലാകാലങ്ങളായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇരു രാജ്യങ്ങളായി മാറിയ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സ്വതന്ത്ര രാജ്യമായി മഹാരാജ ഹരിസിംഗിന്റെ നേതൃത്വത്തിൽ കാശ്മീരും നിലനിന്നു വന്നു. എന്നാൽ പാകിസ്ഥാന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണത്തിൽ ഗത്യന്തരമില്ലാതെ മഹാരാജ ഹരിസിംഗ് ഇന്ത്യയെ ആശ്രയിക്കുകയും ഒടുവിൽ 1947 ഒക്ടോബർ 26 ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്ന ലീഗൽ ഉടമ്പടിയിലൂടെ ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായി നിലനിർത്തുകയും ചെയ്തു. ഹൈദരാബാദും ജുനഗഡും കാലം പതിയെ ഇന്ത്യയിലേക്ക് പിന്നീട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം 1947-48 കാലഘട്ടത്തിനിടയിലാണ് ആദ്യമായി ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നത്. കാശ്മീരിനെ തന്റെ അധീനതയിൽ കൊണ്ടുവരാനായി പാകിസ്ഥാൻ നടത്തിയ ഈ യുദ്ധത്തെ കാശ്മീർ യുദ്ധം എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നു. ഈ യുദ്ധത്തിന്റെ അനന്തരഫലമായി കാശ്മീരിലൂടെ ലൈൻ ഓഫ് കൺട്രോൾ എന്നൊരു അതിർത്തിയും രൂപപ്പെട്ടു. എന്നാൽ ഔദ്യോഗികമായി ഈ അതിർത്തിക്ക് ഇത്തരത്തിലൊരു നാമകരണം അന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ മധ്യസ്ഥതയിലാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചത്. ഏകദേശം 17 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും കാശ്മീർ എന്ന ടെറിട്ടറിക്കായി വീണ്ടും യുദ്ധത്തിലാകുന്നു. രണ്ടാം കാശ്മീർ യുദ്ധം എന്നറിയപ്പെടുന്ന ഈ യുദ്ധം കൃത്യം 1965 സംഭവിച്ചത്. LOC എന്ന ലൈൻ ഓഫ് കൺട്രോൾ മറികടന്ന് ജമ്മു കാശ്മീരിലേക്ക് പ്രവേശിച്ച പാകിസ്ഥാന്റെ ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ ജിബ്രാൾട്ടറും ഗ്രാൻഡ് ഇസ്ലാമിനും. എന്നാൽ ഇതിന് ഇന്ത്യ ഓപ്പറേഷൻ റിഡിലൂടെ തിരിച്ചടി നൽകുകയും ചെയ്തു. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ, പ്രത്യേകിച്ച് റാൻ ഓഫ് കച്ചിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും സംഘർഷങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 1965 ഏപ്രിലിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു മുൻകരുതൽ സ്റ്റെപ്പായിരുന്നു ഓപ്പറേഷൻ അബ്ലേസ്. ഇതിനെ തുടർന്ന് പാകിസ്ഥാൻ പിന്തിരിയുകയും ശേഷം 1966 USSR അല്ലെങ്കിൽ റഷ്യയുടെ ഇടപെടലിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാന്റെ പ്രസിഡന്റായിരുന്ന അയൂബ് ഖാനും ജനുവരി 10, 1966 താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് ആ യുദ്ധവും നിർത്തിവെച്ചു. 1947 ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ഇന്നത്തെ ബംഗ്ലാദേശും ഇന്ത്യയിൽ നിന്നും വേർപെടുകയുണ്ടായി.
പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഏരിയയായ ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു എക്കണോമിക്കലി, പൊളിറ്റിക്കലി ആൻഡ് പോപ്പുലേഷൻ വൈസും ലാർജസ്റ്റ് സ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്നത്. എന്നാൽ കിഴക്കൻ പാകിസ്ഥാനിലെ സാധാരണക്കാർക്കെതിരെയുള്ള പാകിസ്ഥാൻ സൈന്യം നടത്തിയ നിരന്തരമായ ആക്രമണങ്ങൾ മൂലം അവിടെ നിന്നും ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥികളുടെ ഒഴുക്ക് കൂടാൻ തുടങ്ങി. ഇതിനെ തുടർന്ന് 1971 ഡിസംബർ 3 മുതൽ ഡിസംബർ 16 വരെ നീണ്ടുനിന്ന ഒരു യുദ്ധം വീണ്ടും ഉണ്ടായി. ഇതിനെ തുടർന്ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ കാക്ടസ് ലില്ലി എന്ന പേരിലറിയപ്പെടുന്ന വ്യോമാക്രമണവും ഓപ്പറേഷൻ ട്രൈഡന്റ് ആൻഡ് പൈത്തൺ എന്ന നാവികസേനയുടെ ആക്രമണവും പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്ത് നടത്തുകയുണ്ടായി. ഈ യുദ്ധത്തിലാണ് ഈ മേഖലയിൽ കപ്പൽ വേധ മിസൈലുകൾ ആദ്യമായി ഉപയോഗിച്ചതും ഒടുവിൽ ഇത് പാകിസ്ഥാന്റെ പരാജയത്തിനും ബംഗ്ലാദേശ് എന്ന പുതിയൊരു രാജ്യത്തിന്റെ രൂപീകരണത്തിനും കാരണമായി തീർന്നത്. 1971 മൂന്നാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്നാണ് 1972 ജൂലൈ 2 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ സിംല കരാറിൽ ഒപ്പുവെക്കുന്നതും ലൈൻ ഓഫ് കൺട്രോൾ എന്ന അതിർത്തിക്ക് ഒഫീഷ്യലായി ഇത്തരത്തിലൊരു പേര് വെക്കുന്നതും. 12 വർഷങ്ങൾക്ക് ശേഷം 1984 ഏപ്രിൽ 13 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ മേഘദൂത് എന്ന പ്രോഗ്രാമിലൂടെ ബിലാഫോണ്ടുല, സിയാല തുടങ്ങിയ പ്രധാന ചുരങ്ങളും സിയാച്ചിൻ ഹിമാനിയും സാൾട്ടോറോ റിഡ്ജിന്റെയും നിയന്ത്രണം കൂടി ഇന്ത്യ ഏറ്റെടുത്തു. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു ആക്രമണം 1999 ഉണ്ടായി. കാർഗിൽ യുദ്ധം എന്നറിയപ്പെടുന്ന ഈ യുദ്ധത്തിന് കാരണമായത് പാകിസ്ഥാൻ സൈനികർ കാശ്മീരിലെ ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറിയതിനാലാണ്. ഇതിന്റെ ഫലമായി ഇരു രാജ്യങ്ങളും സംഘർഷത്തിൽ ഏർപ്പെടുകയും ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യം കൈവശപ്പെടുത്തിയ പ്രദേശം ഇന്ത്യൻ സൈന്യം തിരിച്ചുപിടിക്കുകയും ഒടുവിലേത് ഇന്ത്യയുടെ വിജയത്തിലേക്കും നയിച്ചു. കൂടാതെ കാർഗിലിൽ ഇന്ത്യയെ എല്ലാ തന്ത്രപ്രധാനമായ ഉയരങ്ങളും വീണ്ടെടുക്കാൻ ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന മറ്റൊരു പ്രോഗ്രാമും ഇന്ത്യയെ വളരെയധികം സഹായിച്ചു. ഇന്ത്യയുടെ സൈനിക വിജയത്തോടെ ഈ സംഘർഷം അവസാനിച്ചെങ്കിലും ഈ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ് ഉണ്ടായത്. ഇന്ത്യ പാക് യുദ്ധചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഈ 4 യുദ്ധങ്ങളാണ് ഉണ്ടായത്. എങ്കിലും ഒട്ടനവധി ചെറിയ ആക്രമണങ്ങളും ഇവരുടെ ഇടയിൽ നടന്നു വന്നിരുന്നു. പാകിസ്ഥാൻ തീവ്രവാദി സംഘടനകളുടേതായിരുന്നു ഇത്തരത്തിലുള്ള ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങൾ. 2001 ലഷ്കർ ഇ തൈബ, ജെയ്ഷ് ഇ മുഹമ്മദ് എന്നീ സംയുക്ത ടെററിസ്റ്റ് സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പാർലമെന്റ് അറ്റാക്കിൽ പോലീസുകാരുൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെടുകയും അറ്റാക്ക് ചെയ്ത 5 തീവ്രവാദികളെയും ഇന്ത്യൻ സൈന്യം വധിക്കുകയും ചെയ്തു. തുടർന്ന് 2003 ഇന്ത്യയും പാകിസ്ഥാനും പൂർണ്ണ സമ്മതത്തോടെ കാശ്മീർ ബോർഡറിൽ മുന്നറിയിപ്പില്ലാതെ വെടിവെപ്പിനി ഉണ്ടാക്കില്ല എന്ന ധാരണയിൽ LOC അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോൾ സീസ്ഫെയർ ഉടമ്പടി ഒപ്പിടുകയും ചെയ്തത് ഇരുവരുടെയും ബന്ധത്തിന് ആക്കം കൂട്ടി. ഈ ഒരു ഉടമ്പടി ഇരു കൂട്ടർക്കും പോസിറ്റീവ് റിസൾട്ടാണ് ആദ്യകാലങ്ങളിൽ നേടിക്കൊടുത്തത്. എന്നാൽ പിന്നീടുള്ള ആക്രമണങ്ങളിൽ ഈ ഉടമ്പടി റദ്ദാക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം 2008 നവംബർ 26 ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ആക്രമണം കൂടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്കുണ്ടായി. ലഷ്കർ എ തൊയ്ബ എന്ന പാകിസ്ഥാൻ ഭീകരവാദ സംഘടനയുടെ നേതൃത്വത്തിൽ മുംബൈയിൽ 10 ഭീകരവാദ ആക്രമണങ്ങളാണ് നടന്നത്. 2008 നവംബർ 26 തുടങ്ങിയ ഈ ആക്രമണം 60 മണിക്കൂറുകളോളം പിന്നിട്ട് 2008 നവംബർ 29 ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ ഈ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നതുവരെ നീണ്ടുനിന്നു. തീവ്രവാദികളുടെ തോക്കുകളും ഗ്രനേഡുകളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ താജ് ഹോട്ടൽ ഉൾപ്പെടെ നിരവധി ഹോട്ടലുകളും റെയിൽവേ സ്റ്റേഷൻ, കഫേ, ആശുപത്രി എന്നിവിടങ്ങളിലായി ഏകദേശം 170-ലധികം മനുഷ്യരാണ് വെടിയേറ്റു മരിച്ചത്. ഏകദേശം 10ഓളം ഭീകരവാദികൾ അടങ്ങുന്ന ഈ ഗ്യാങ്ങിനെ മുഴുവൻ ഇന്ത്യൻ സൈന്യം വെടിവെച്ചിടുകയും ജീവനോടെ അജ്മൽ കസബ് എന്ന ഭീകരവാദിയെ പിടികൂടുകയും ഒടുവിൽ ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. ഈ ഭീകരവാദി ആക്രമണത്തിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഒരു മലയാളി NSG ആർമി ഓഫീസറിനെ നമ്മളാരും മറന്നിട്ടുണ്ടാകില്ല. മുംബൈയിലെ താജ് ഹോട്ടലിലെ ഭീകരവാദികളുമായുള്ള ഏറ്റുമുട്ടലിലാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന് തന്റെ ജീവൻ രാജ്യത്തിനു വേണ്ടി അർപ്പിക്കേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ ഈ ധീരതയ്ക്ക് ഇന്ത്യൻ മണ്ണ് മരണാനന്തര ബഹുമതിയായി അശോക ചക്ര നൽകിയാണ് അദ്ദേഹത്തെ ആദരിച്ചത്. ഡോൺ കം അപ്പ്, ഐ വിൽ ഹാൻഡിൽ ദം എന്ന മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ അവസാന വാക്കുകൾ വെടിയൊച്ചകൾക്കൊപ്പം കാറ്റിൽ അലിഞ്ഞു ചേരുകയും ലോക മനസ്സുകളുടെ ഹൃദയത്തിൽ ഇന്നും ഒരു ഹീറോയായി ജീവിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഈ ധീരതയേറിയ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മേജർ എന്ന പേരിൽ ഒരു ബയോപിക് ശശി കിരൺ തിക്കയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി. 1999 കാർഗിൽ യുദ്ധകാലത്തും ഓപ്പറേഷൻ വിജയിൽ പങ്കെടുത്തിരുന്ന മേജർ സന്ദീപ് പ്രായഭേദമന്യേ എല്ലാവരുടെയും മനസ്സിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകാശമായി തുടരുന്നു. 2016 ജെയ്ഷ് ഇ മുഹമ്മദ് ഭീകരവാദ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു ആക്രമണമാണ് യുറി അറ്റാക്ക്. ഈ ആക്രമണത്തിൽ 19 ഇന്ത്യൻ സൈനികരെയാണ് നമുക്ക്
പങ്ക് നഷ്ടപ്പെട്ടത്. സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാണ് ഇന്ത്യ ഇതിനെതിരെ പ്രതിരോധം അറിയിച്ചത്. എന്നാൽ ഏകദേശം 3 വർഷത്തിനോടടുത്ത് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ലോക മനസാക്ഷി ഞെട്ടിച്ച മറ്റൊരു ആക്രമണം കൂടി ഇന്ത്യക്ക് നേരെ ഉണ്ടായി. പാകിസ്ഥാൻ ഭീകരവാദ സംഘടനയായ ജെയ്ഷ് ഇ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ 2019 ഫെബ്രുവരി 14 ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിനു നേരെ ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ വെച്ചുണ്ടായ ആക്രമണത്തിൽ 40 CRPF ഉദ്യോഗസ്ഥരെയാണ് ഇന്ത്യക്ക് നഷ്ടമായത്. പുൽവാമ ആക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് നൽകിയ രഹസ്യ കോഡാണ് ഓപ്പറേഷൻ ബന്ദർ. ബാലാക്കോട്ടിലെ എയർ സ്ട്രൈക്ക് വഴി പ്രതിരോധം അറിയിച്ച ഇന്ത്യ ഈ ആക്രമണത്തിൽ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുകയും എന്നാൽ ഇതിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പാകിസ്ഥാൻ നിഷേധിക്കുകയും ചെയ്തെങ്കിലും ഈ ആക്രമണത്തിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിന് കനത്ത വിള്ളലുണ്ടായി. 1947 മുതൽ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന എന്നിവയ്ക്കിടയിൽ പ്രധാന തർക്കവിഷയമായിരുന്ന കാശ്മീരിന്റെ വലിയൊരു ഭാഗവും ഉൾപ്പെടുന്നത് ഇന്ത്യയിലാണ്. 2019 ഓഗസ്റ്റ് 5 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി അല്ലെങ്കിൽ സ്വയംഭരണ അവകാശം ഇന്ത്യൻ സർക്കാർ റദ്ദാക്കി. 1949 ഒക്ടോബറിൽ ആർട്ടിക്കിൾ 370 നടപ്പിലാക്കിയപ്പോൾ കാശ്മീരിന് ഒരു പ്രത്യേക പദവിയാണ് ലഭിച്ചത്. അതായത് ഈ ആർട്ടിക്കിൾ പ്രകാരം കാശ്മീരിന് ആഭ്യന്തര ഭരണ സ്വയംഭരണാവകാശം ലഭിച്ചു. ധനകാര്യം, വാർത്താവിനിമയം, പ്രതിരോധം, വിദേശകാര്യം എന്നിവയൊഴികെയുള്ള ഏതു മേഖലയിലും കാശ്മീരിന് നിയമങ്ങൾ പാസാക്കാനുള്ള റൈറ്റ്സ് ഇതിലുണ്ട്. ഇന്ത്യൻ ഭരണഘടന അസംബ്ലി അംഗമായ N. ഗോപാലസ്വാമി അയ്യങ്കാരാണ് ഇത് തയ്യാറാക്കിയത്. ഒരു താൽക്കാലിക വ്യവസ്ഥയാണ് അന്ന് ഭരണഘടനയിൽ ഇത് കൂട്ടിച്ചേർത്തത്. ഇതുപ്രകാരം ജമ്മു കാശ്മീർ നിലവിലൊരു കേന്ദ്രഭരണ പ്രദേശവുമാണ്. ഓരോ യുദ്ധവും ആക്രമണങ്ങളും അവസാനിക്കുമ്പോഴും ഇനിയൊരു യുദ്ധം ഉണ്ടാകരുതെന്നും നിരപരാധികളായ ജനതയ്ക്ക് ഇതുമൂലം ജീവഹാനി ഉണ്ടാകരുതെന്നും ഇന്ത്യ ആഗ്രഹിക്കുമ്പോഴും തൊട്ടടുത്ത് തോളോട് ചേർന്ന് നിൽക്കേണ്ട സഹോദര രാജ്യം തന്നെ വീണ്ടും വീണ്ടും തോക്കുകളേന്തി ഇന്ത്യൻ മണ്ണിൽ കാൽകുത്തുകയും ഇതിനായി വീണ്ടും അവസരം പാർത്തിരിക്കുകയും ചെയ്യുന്നു. ഇതിന് വളരെ ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഈ അടുത്ത് നടന്ന മറ്റൊരു ഭീകരവാദാക്രമണം. 2025 ഏപ്രിൽ 22 കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ പാക് ഭീകര സംഘടനയായ ലഷ്കർ-എ തൈബയുമായി ബന്ധമുള്ള ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് അല്ലെങ്കിൽ TRFന്റെ നേതൃത്വത്തിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 26 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. പ്രത്യേകിച്ച് പുരുഷ ഹിന്ദു വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചുള്ളതും കാശ്മീർ താഴ്വരയിലെ ജനസംഖ്യാപരമായ മാറ്റങ്ങളെ ചെറുക്കുക എന്ന ഉദ്ദേശത്തോടുമാണ് ഈ ഒരു ആക്രമണം അവർ നടത്തിയത്. ഈ ഒരു ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ സജ്ജമാക്കിയ ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നത്. ഏകദേശം അരമണിക്കൂറോളം ഈ തിരിച്ചടി ആക്രമണം നീണ്ടുനിന്നു. പാകിസ്ഥാൻ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തും പാകിസ്ഥാനിലുമുള്ള ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും എന്നാൽ ഒരു നിരപരാധിക്ക് പോലും ജീവഹാനി ഉണ്ടാകരുത് എന്ന കർശനമായ ഒരു ലക്ഷ്യവും ഓപ്പറേഷൻ സിന്ദൂറിനുണ്ടായിരുന്നു. പഹൽഗാം ആക്രമണത്തിൽ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിന് പകരം ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ദൗത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നാമകരണം നൽകിയത്. ഈ ഓപ്പറേഷനെ കുറിച്ചുള്ള ഇന്ത്യൻ സർക്കാരിന്റെ വിശദീകരണത്തിന് നേതൃത്വം നൽകിയതും 2 വനിതകളാണ്. വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയുമായിരുന്നു ആ വനിതകൾ. ഓപ്പറേഷൻ സിന്ദൂർ ഒരു കൃത്യമായ ത്രിസേനാ പ്രതികരണമാണ് പാകിസ്ഥാനിലേക്ക് പ്രദർശിപ്പിച്ചത്. കര, വ്യോമ, നാവിക മേഖലകളിലായി നടന്ന ഈ ഓപ്പറേഷനിൽ ഇന്ത്യൻ സൈന്യം, വ്യോമസേന, നാവികസേന എന്നിവ തമ്മിലുള്ള സമന്വയത്തിന്റെ ഒരു സുഗമമായ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഈ പ്രത്യാക്രമണത്തിന്റെ ഫലമായി പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി പ്രവർത്തിച്ചിരുന്ന 9 ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യൻ സൈന്യം തകർത്തു കളഞ്ഞത്. ഈ ഒരു ദൗത്യത്തിനായി ഇന്ത്യൻ സേനയെ സഹായിച്ച ഒരു മേജർ ഡിഫൻസ് സിസ്റ്റം റഷ്യയിൽ നിന്ന് വാങ്ങിയ സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന S-400 മിസൈൽ സംവിധാനം. പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ പാകിസ്ഥാന് നൽകിയ ഒരു തിരിച്ചടിയായിരുന്നു സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചത്. ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ 1960 കറാച്ചിയിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി അല്ലെങ്കിൽ സിന്ധു നദീജല ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം സിന്ധു നദീതടത്തിലെ കിഴക്കൻ നദികളായ രവി, ബിയാസ്, സത്ലജ് എന്നീ നദികൾ ഇന്ത്യക്ക് അനിയന്ത്രിതമായി ഉപയോഗിക്കാനും അതേസമയം പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചെനാബ് എന്നീ നദികൾ പാകിസ്ഥാന് മാത്രമായും നീക്കിവെച്ചിരിക്കുന്നു. ഈ ഒരു ഉടമ്പടിയാണ് ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചത്. ഇന്ത്യക്ക് പാകിസ്ഥാനുമായി അതിർത്തി പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തൊട്ടടുത്ത ചൈനയുമായും അതിർത്തി പ്രശ്നങ്ങൾ ഉടലെടുക്കാറുണ്ട്. എന്നാൽ ആദ്യകാലത്ത് ചൈനയുമായി നല്ല തരത്തിലുള്ള ബന്ധമായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. ആരോഗ്യകരമായ ഒരു വ്യാപാര ബന്ധം ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഇന്ത്യക്ക് മുകളിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉടലെടുത്തതോടെ അശാസ്ത്രീയമായ അതിർത്തി നിർണ്ണയിക്കൽ ചൈനയെ മുഷിപ്പിച്ചു.
കാശ്മീരും ചൈനയും അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യയുടെ 2 അതിർത്തികളും സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ ഭാഗത്താണ്. പാകിസ്ഥാനുമായി ഇന്ത്യ പങ്കിടുന്ന അതിർത്തിയാണ് LOC അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ലഡാക്കിലൂടെ കടന്നു പോകുന്ന അതിർത്തിയാണ് LAC അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ അതിർത്തി നിർണയിച്ചതിലും ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ വലിയ തർക്കങ്ങളുണ്ട്. പാങ്സോ ലേക്ക്, ഗാൽവൻ വാലി, ഹോട്ട് സ്പ്രിംഗ് എന്നീ 3 ഇടങ്ങളിലാണ് ലഡാക്കിനോട് ചേർന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഇഷ്യൂസ് പ്രധാനമായും നടന്നുവരുന്നത്. ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ 3 പ്രധാനപ്പെട്ട അതിർത്തികളാണുള്ളത്. ഈ അതിർത്തികൾ നിർണയിച്ചത് ബ്രിട്ടീഷുകാരായതിനാൽ തന്നെ ഇരു രാജ്യങ്ങൾക്കും ഇതിൽ തർക്കങ്ങളുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആദ്യത്തെ അതിർത്തി കാശ്മീർ ഭാഗത്താണുള്ളത്. ജോൺസൺ അർഡാഗ് ലൈൻ എന്നറിയപ്പെടുന്ന ഈ ബോർഡർ ലഡാക്ക്, അക്സാച്ചിങ് എന്ന ചൈനയുടെ ഇപ്പോഴത്തെ പ്രദേശങ്ങളെല്ലാം ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മക്കാർട്ടിനി മാക്ഡൊണാൾഡ് ലൈനും ഈ പ്രദേശത്ത് തന്നെയാണ് വരച്ചിരിക്കുന്നത്. യുദ്ധകാലത്ത് രക്ഷാകവചമായി ബ്രിട്ടീഷുകാർ അന്ന് വരച്ചിരുന്ന ഒരു ബോർഡറാണിത്. പക്ഷേ ഈ ബോർഡർ ചൈന ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. മക്മോഹൻ ലൈനിൽ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ചൈന ഇതിൽ അംഗീകരിച്ചിട്ടുമില്ല. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ ബോർഡർ മൂലമാണ് ഇന്ത്യയും ചൈനയും നിരന്തരം അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ എല്ലാ മേഖലയിലും മത്സരബുദ്ധി കാണിക്കാറുള്ള ചൈന വികസ്വര രാജ്യമായ ഇന്ത്യയെ എപ്പോഴും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കാറുണ്ട്. തരം കിട്ടിയാൽ ഇന്ത്യയുമായി അതിർത്തി പ്രശ്നങ്ങൾ വഷളാക്കുകയും ചെയ്യാറുണ്ട്. ചൈനയുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. ലോകത്തെ നിയന്ത്രിക്കാനായി ചൈന തയ്യാറാക്കിയ ഈ പ്രോജക്റ്റിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട ട്രേഡ് റൂട്ട്സ് ഒരേ സമയം കടൽ, കര മേഖലകളിൽ ചൈനയുടെ അധികാര പരിധിയിൽ എത്തിക്കാനുള്ളതാണ് ഈ പ്രോജക്റ്റ്. പക്ഷേ ഇന്ത്യ ഒഴികെയുള്ള ബാക്കി എല്ലാ രാജ്യങ്ങളും ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുണ്ട്. കാരണം CPEC എന്ന ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്നറിയപ്പെടുന്ന റോഡ് കടന്നു പോകുന്നത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന ഇന്ത്യയുടെ അധികാര പരിധിയിലൂടെയാണ്. ഇന്ത്യയുടെ അനുമതിയില്ലാതെ ഈ റോഡ് കടന്നു പോകുന്നത്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന പ്രോജക്റ്റിന്റെ ഭാഗമായി സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന ഒരു പോളിസി ചൈന ഇതിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് ചുറ്റും ചൈനയുടെ ആധിപത്യവും സാമീപ്യവും സൃഷ്ടിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യക്ക് ചുറ്റും ഇത്തരത്തിലുള്ള ഒരു ഡിഫൻസീവ് വലയം സൃഷ്ടിക്കുന്നതിലും പ്രതിഷേധമുള്ള ഇന്ത്യ ചൈനയുടെ ഈ പ്രോജക്റ്റിനെ തന്നെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഹിമാലയൻ അതിർത്തി തർക്കം മൂലമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ 1962 യുദ്ധമുണ്ടാകുന്നത്. 1962 ഒക്ടോബർ 20 തുടങ്ങിയ ഈ യുദ്ധം നവംബർ 21 ചൈന വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെയാണ് അവസാനിച്ചത്. കൂടാതെ ഈ തർക്ക പ്രദേശത്ത് നിന്ന് ചൈന നടത്തിയ മുന്നേറ്റത്തിൽ നിന്നുള്ള പിന്മാറ്റവും യുദ്ധം അവസാനിക്കാനിടയായി. എന്നാൽ 1962 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയും ചൈനയും പങ്കിടുന്ന ഹിമാലയൻ അതിർത്തിയിൽ സംഘർഷങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. 1967 സെപ്റ്റംബർ 11 ചൈനയുടെ PLA അല്ലെങ്കിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി നാഥുലായിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇന്ത്യ ചൈന യുദ്ധം ആരംഭിച്ചത്. 1967 സെപ്റ്റംബർ 15 വരെ നീണ്ടുനിന്ന ഈ യുദ്ധത്തെ തുടർന്ന് 1967 ഒക്ടോബറിൽ ചോലായിൽ മറ്റൊരു സൈനിക യുദ്ധം നടന്നെങ്കിലും ആ ദിവസം തന്നെ അത് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് 2020 മെയ് 5 ലഡാക്കിലെ തർക്കപ്രദേശമായ പാങ്കോങ് തടാകത്തിനും ടിബറ്റ് സ്വയംഭരണ പ്രദേശത്തിന് സമീപവും ഇന്ത്യ ചൈന യുദ്ധം നടന്നിരുന്നു. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ മേഖലയിൽ കൂടുതൽ ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു. ഒടുവിൽ പലവിധ ചർച്ചകൾക്കൊടുവിൽ സമാധാനമാവുകയാണ് പതിവ്. പ്രധാനപ്പെട്ട ഇത്രയും യുദ്ധങ്ങൾ കൂടാതെ ചെറിയ ചെറിയ ക്ലാഷുകളും ഇന്ത്യ ചൈന സൈന്യങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇരു കൂട്ടരും ഒരുമിച്ചുള്ള സമാധാനപരമായ സന്ധി ചർച്ചയിൽ പലപ്പോഴും പ്രശ്നങ്ങളുടെ തീഷ്ണത കുറയാറുമുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ടിട്ടുള്ളത്. വീഡിയോ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം കേരള PSC, SSC, CAS, UPSC എക്സാം സിലബസ് കവർ ചെയ്യാനും കറന്റ് അഫയേഴ്സ് കോഡ് ഉപയോഗിച്ച് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.